നോർത്ത് പറവൂർ നഗരസഭ 13-ാം വാർഡ് കൗൺസിലർ ടി.എം. അബ്ദുൽ സലാമിൻ്റെ 2024 വിദ്യാഭ്യാസ പുരസ്കാര വിതരണം നന്ദികുളങ്ങര കലാസാഹിത്യവേദി ഹാളിൽ പറവൂർ നഗരസഭ ചെയർപേഴ്സൺ ബീന ശശിധരൻ ഉദ്ഘാടനം ചെയ്തു. മികവ് 2024 എന്ന് പേരിട്ടുകൊണ്ട് ഈ അധ്യയന വർഷം, അതായത് 2023-24 അധ്യയന വർഷത്തിലെ ഉന്നത വിജയം കരസ്ഥമാക്കിയ കുഞ്ഞുങ്ങൾക്ക് ആദരവ് നൽകുന്ന, നമുക്കറിയാം, നേരത്തെ അധ്യക്ഷൻ പറഞ്ഞ പോലെ തന്നെ എന്ത് കാര്യത്തിനും വാർഡില് എല്ലാ കാര്യങ്ങൾക്കും ഒന്നാമതായി ചെയ്യണമെന്നുള്ള വലിയ ആഗ്രഹത്തോടുകൂടി നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ പലപ്പോഴും എന്തെങ്കിലും കാര്യം വിചാരിച്ച പോലെ നടന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് ഭയങ്കര ദേഷ്യത്തോടുകൂടി സംസാരിക്കുകയൊക്കെ ചെയ്യും. പക്ഷെ അത് അപ്പോഴത്തേക്കും മാത്രമേ ഉള്ളൂ. അത് സ്വന്തം വാർഡിലെ കാര്യം, നിങ്ങളുടെ കാര്യങ്ങൾക്ക് ഏറ്റവും മുൻഗണന കൊടുക്കുന്നത് കൊണ്ടാണ് ആ രീതിയിൽ സംസാരിക്കുന്നതൊക്കെ. അപ്പൊ നിങ്ങളുടെ കാര്യങ്ങൾ, വാർഡിലെ എല്ലാ കാര്യങ്ങളും ഏറ്റവും ഒന്നാമതായി ചെയ്യണമെന്നുള്ള വലിയ ആഗ്രഹത്തോടു കൂടി തന്നെ നിങ്ങളിൽ ഒരാളായി നിന്ന് പ്രവർത്തിക്കുന്ന സലാമിന്റെ ഇതുപോലെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് കൂടി ഊന്നൽ കൊടുത്തുകൊണ്ട് പ്രവർത്തിക്കുന്ന സലാമിനെ ഞാൻ ആദ്യമേ തന്നെ അഭിനന്ദിക്കുകയാണ്. ഇവിടെ ഏറ്റവും ഉന്നത വിജയം കരസ്ഥമാക്കിയ കുഞ്ഞുങ്ങളെ കൂടി ഞാൻ അഭിനന്ദിക്കുന്നു. വൈസ് ചെയർമാൻ എം.ജെ. രാജു അധ്യക്ഷനായി. ഞങ്ങൾക്കെല്ലാം ടി.എം. അബ്ദുൽ സലാമിന്റെ പ്രവർത്തനത്തിൽ അസൂയ ഉണ്ടായിരുന്നു. ഒരു കൗൺസിലർ എന്ന നിലയിൽ, ഒരു ജനപ്രതി എന്ന നിലയിൽ തൻ്റെ വാർഡിനോട് എന്തൊക്കെയാണ് നീതി പുലർത്തേണ്ടത് എന്ന് വ്യക്തമായി ബോധ്യമുള്ള ഒരു കൗൺസിലറാണ് അബ്ദുൽ സലാം. അത് നിങ്ങളുടെ വാർഡിലാണെങ്കിലും പൊതുസമൂഹത്തിലാണെങ്കിലും പറവൂർ നഗരസഭയിലാണെങ്കിലും കൗൺസിലാണെങ്കിലും കൗൺസിലിൻ്റെ ഒരു പക്ഷേ ചിലപ്പോഴൊക്കെ ചെയർമാൻ്റെ നേരെ പോലും വേറെ തോന്നും ചില നായകളുടെ ഭാഗത്ത്. അപ്പോൾ 4-ാം വർഷവും ഇങ്ങനെ ഒരു അവാർഡ് കുട്ടികളിലെ അവരുടെ കഴിവിനെ പ്രോത്സാഹിപ്പിക്കാൻ, സമൂഹത്തിൻ്റെ ഭാഗമാക്കി മാറ്റാൻ അവർക്ക് പ്രചോദനം നൽകുന്നു. ബഹുമാന്യനായ ടി.എം. അബ്ദുൽ സലാമിനെ ആദ്യമായി ഞാൻ മുക്തകണ്ഠം പ്രശംസിക്കുകയാണ്. നഗരസഭ പൊതുമരാമത്ത് കമ്മിറ്റി ചെയർമാൻ സജി നമ്പിയത്ത്, വാർഡ് കൗൺസിലർ ടി.എം. അബ്ദുൽ സലാം, കലാസാഹിത്യവേദി പ്രസിഡന്റ് കെ.എം. അബ്ദുൽ സലാം, സെക്രട്ടറി എം.ജെ. ദേവസി എന്നിവർ സംസാരിച്ചു. സി.ജെ. ജോയ്, സിറ്റി വോയ്സ് ന്യൂസ് ബ്യൂറോ, നോർത്ത് പറവൂർ.